ഹായ് മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിലെ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും എന്ന് നമുക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, എന്താണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? എത്രയോ തവണ നമ്മൾ കേട്ടതാണ്. എന്താണെടാ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഞാനിവിടെ എഴുതുന്നുണ്ട്. പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓർ എമൗണ്ട് ഓഫ് മാറ്റർ. മാറ്ററിൻ്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവൻ്റെ പേരാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഡിപ്പെൻഡ് ചെയ്യാത്തവൻ്റെ പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് ഓർത്തു വെക്കുക. എക്സ്റ്റെൻസീവ് ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻ്റ് ആണ്. വളരെ പ്രധാനമായും ഓർത്തു വെക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിൻ്റെ എക്സാമ്പിൾസ്. കേട്ടോടാ, എക്സാമ്പിൾസ്. എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ കേട്ടോളനെ. ആരാണ് എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ? ആണ് വോളിയം, അതുപോലെ പിന്നെ മാസ്. എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ ആണ് മാസ്, അതുപോലെ ഇന്റേണൽ എനർജി, അതുപോലെ എൻതാൽപ്പി. ഇവരെല്ലാവരും എക്സ്റ്റെൻസീവിന് എക്സാമ്പിൾ ആണെന്ന് ഓർത്തു വെക്കുക. എടാ ഇൻറ്റൻസീവിന് എക്സാമ്പിൾ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട് പഠിക്കാനുള്ള രണ്ടാളാണ്. ഒന്ന് ടെമ്പറേച്ചർ, മറ്റൊന്ന് ഡെൻസിറ്റി. അതിൻ്റെ കൂടെ ഓർത്തു വെക്കണേ, ടെമ്പറേച്ചറും മറ്റൊന്ന് ഡെൻസിറ്റിയും. കൂടെയുള്ള മറ്റു എക്സാമ്പിൾസ് ഓർക്കാൻ ഭയങ്കര എളുപ്പമാണ്. മോളാർ എന്ന വാക്കിൽ തുടങ്ങുന്നവരെല്ലാവരും ഇൻറ്റൻസീവ് ആണ്. അതായത് മോളാർ വോളിയം, മോളാർ മാസ്, മോളാർ ഹീറ്റ് കപ്പാസിറ്റി, ഇവരെല്ലാവരും ഇൻറ്റൻസീവ് ആണ്. അതിലെ മോളാർ അങ്ങോട്ട് ഒഴിവാക്കിയാൽ അത് എക്സ്റ്റെൻസീവ് ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും? പറ. ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവ് ആണ്. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവ് ആണ്. മാസ് എക്സ്റ്റെൻസീവ് ആണ്. മോളാർ മാസ് എന്താണ്? ഇൻറ്റൻസീവ് ആണ്. വോളിയം എക്സ്റ്റെൻസീവ് ആണ്. മോളാർ വോളിയം ഇൻറ്റൻസീവ് ആണ്. കറക്റ്റ് അല്ലടാ? മോളാർ എന്ന വാക്കുണ്ടെങ്കിൽ അത് ഇൻറ്റൻസീവ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ് എക്സ്റ്റെൻസീവ്, എന്താണ് ഇൻറ്റൻസീവ് എന്നൊക്കെ പറഞ്ഞു. ചൂസ് ദി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ്. എൻതാൽപ്പി ഉണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, മോളാർ വോളിയം ഉണ്ട്, ഇന്റേണൽ എനർജി ഉണ്ട്. ഞാൻ എല്ലാവരെയും നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. അതിൽ ഇൻറ്റൻസീവായിട്ട് മോളാർ എന്ന വാക്കിൽ തുടങ്ങുന്ന മോളാർ വോളിയമാണ് അതിൻ്റെ ആൻസർ. ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ഫ്രം പാത്ത് ഫംഗ്ഷൻ ആൻഡ് ഗീവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. എടാ നോയിക്കോട്ടടാ, ഞാനൊരു 3 വാക്ക് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാക്ക് ഇതാണ്, ഇനീഷ്യൽ സ്റ്റേറ്റ്. ആരാണ്? ഇനീഷ്യൽ സ്റ്റേറ്റ്. രണ്ടാമത്തെ വാക്ക് ഫൈനൽ സ്റ്റേറ്റ്. മൂന്നാമത്തെ വാക്ക് പാത്ത് ഫോളോഡ്. പഠിച്ചേക്കണേ, 3 വാക്കുകൾ പഠിക്കണേ. ഒന്ന് ഇനീഷ്യൽ സ്റ്റേറ്റ്, ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫോളോഡ്. എടാ ചില പ്രോപ്പർട്ടികളുണ്ട്, അവർ ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. പാത്ത് ഫോളോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനത്തെവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ സ്റ്റേറ്റ് എന്ന വാക്കിലുണ്ടല്ലോ, ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, പാത്ത് ഫോളോഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അങ്ങനത്തെവനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ആരായിരിക്കും പാത്ത് ഫംഗ്ഷൻ? ഈ 3 എണ്ണത്തിൽ 3നെയും ഡിപ്പെൻഡ് ചെയ്യുന്നവനാണ് പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ പാത്ത് ഫംഗ്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ചില കുട്ടികൾ പറയാറുണ്ട് പാത്ത് ഫോളോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഫൈനൽ സ്റ്റേറ്റിനെ ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയല്ല, ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഫൈനൽ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അവനെ വിളിക്കുന്ന പേരാണ് പാത്ത് ഫംഗ്ഷൻ. 2 എക്സാമ്പിൾ ആണ് പഠിക്കാനുള്ളത്. ഒന്ന് എൻതാൽപ്പി, മറ്റൊന്ന് വർക്ക് ഡൺ. അപ്പോൾ 2 എക്സാമ്പിൾ ഫോർ പാത്ത് ഫംഗ്ഷൻ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്കറിയാവുന്ന ടെമ്പറേച്ചർ, വോളിയം, പ്രഷർ ഇത്യാദി എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അടുത്ത നോക്കിക്കേടാ, അടുത്തത് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇവിടെ നോക്കിക്കോ, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നിർബന്ധമായും ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതി വെക്കണം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടും എഴുതണേ. ഏതെങ്കിലും എഴുതിയാൽ പോരെ, രണ്ടും എഴുതണം. ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് എ കോൺസ്റ്റന്റ്. എന്താടാ? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. ഈ 2 സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഹൃദയം കൊണ്ട് സ്വീകരിക്ക്. ഈ 2 സാധനങ്ങളും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇനി അതിൻ്റെ ഇക്വേഷൻ ആണ് നിന്നോട് ചോദിച്ചത് എങ്കിലോ, ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എല്ലാവർക്കും അറിയാവുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
ഇൻ എ പ്രോസസ് 701 ജൂൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേടാ പറയണേ. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആണ്, ഇവിടെ തന്നിട്ടുണ്ട് ഹീറ്റ് എത്രയാണ് 701 ജൂൾ ആണ്. പ്ലസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വർക്കാണ്. വർക്ക് അവിടെ എത്ര തന്നേക്കണം നോക്കിക്കേ, 394 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എത്ര? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ എടുത്ത് ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ആൻസർ തെറ്റും. കാരണം ഇതിൽ സൈൻ കൊടുക്കേണ്ടതുണ്ട്. 701 പ്ലസ് ആണോ 394 പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയേണ്ടതുണ്ട്. അതിനുള്ള വഴി ഇതാണ്. സിസ്റ്റത്തിലേക്ക് കിട്ടുന്നതെല്ലാം പോസിറ്റീവും സിസ്റ്റത്തിന് നഷ്ടമുണ്ടാകുന്നതെല്ലാം നെഗറ്റീവുമാണ്. നമ്മളാണ് സിസ്റ്റം എന്ന് വിചാരിക്കുക. നമുക്ക് ലാഭമുള്ളതെല്ലാം പോസിറ്റീവാണ്, നമുക്ക് നഷ്ടമുള്ളതെല്ലാം നെഗറ്റീവാണ്. നമുക്ക് താല്പര്യമുള്ളതെല്ലാം പോസിറ്റീവ്, താല്പര്യമില്ലാത്തതെല്ലാം നെഗറ്റീവ്. അപ്പം എങ്ങനെയാണ് ആ കഥ കേട്ടോ. 701 ജൂൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം. അവിടെ സിസ്റ്റം 701 ജൂൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന് അത് കിട്ടുകയല്ലേ ചെയ്യണേ. സിസ്റ്റത്തിന് കിട്ടിയതായതുകൊണ്ട് അത് പ്ലസ് 701 ആണ്. അടുത്ത നോക്കിക്കേ, 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കി, അല്ലെങ്കിൽ സിസ്റ്റം അങ്ങോട്ട് വർക്ക് ചെയ്തടാ. എടാ നമ്മളല്ലേ സിസ്റ്റം, നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് ഇഷ്ടമാണോ? ഇഷ്ടമല്ലല്ലോ. നമ്മളൊക്കെ വെറുതെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നവരല്ലേ. നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ഡയലോഗല്ലേ ഇവിടെ പറഞ്ഞത്. 394 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. സിസ്റ്റം വർക്ക് ചെയ്തു എന്നാ പറഞ്ഞേ, താല്പര്യമില്ല. അതുകൊണ്ട് അത് -394 ആണെന്ന് ഓർക്കുക. ആൻഡ് ഫൈനൽ 701 നിന്ന് 394 മൈനസ് ചെയ്താൽ ബാക്കി 307 പോസിറ്റീവ് ബാക്കിയാകും. എല്ലാം ജൂളിലാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ ഡിഫറൻസ് കിട്ടുന്ന ഡെൽറ്റയും എന്തിലായിരിക്കും? ജൂളിലായിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കേ, കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3OH ഫ്രം ദി ഫോളോയിങ്. എടാ CH3OHന്റെ ഫോർമേഷൻ എങ്ങനെയാണ് എഴുതുക? CH3OH എന്ന് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ഫോർമേഷൻ കാണിക്കുകയാണേ. ഫോർമേഷൻ കാണിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ എലമെൻറ്റുകളാണ് റിയാക്റ്റൻ സൈഡിൽ എഴുതേണ്ടത്. ഇവിടെ ആരൊക്കെയാണ് എലമെൻ്റ് ഉള്ളത്? കാർബൺ ഉണ്ട്, അതുപോലെ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ ഓക്സിജനും ഉണ്ട്. ഇവരല്ലടാ ഇവിടെയുള്ള എലമെൻറ്റുകൾ. ഇനി ബാലൻസ് ചെയ്യണം. എടാ കാർബൺ ഇവിടെ എത്ര? ഒരെണ്ണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാർബൺ എടുത്തു. ഇവിടെ എത്ര ഹൈഡ്രജൻ? 4 എണ്ണം. അപ്പോൾ ഞാനിവിടെ 2 H2 എന്ന് എടുത്തു. 2 H2 എന്ന് എടുത്താൽ 4 ഹൈഡ്രജൻ ആയല്ലോ. ഓക്സിജൻ ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ ഞാനിവിടെ ½ എന്നെടുത്തു. പഠിച്ചില്ലേ? അപ്പോൾ ഇതാണ് എൻതാൽപ്പി, ഫോർമേഷൻ ഓഫ് CH3OH. ഇയാളുടെ എൻതാൽപ്പിയാണ് കാണേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ 3 ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ നമ്പർ 3. ഈ 3 ഇക്വേഷനുകളുടെ എൻതാൽപ്പിയും ഇവിടെ തന്നിട്ടുണ്ട്. ഈ വാല്യൂകളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള റിയാക്ഷൻ്റെ എൻതാൽപ്പി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്, കേൾക്കടാ. ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ അല്ലേ നമുക്ക് ആവശ്യമുള്ള റിയാക്ഷനിലുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉള്ള മറ്റേതെങ്കിലും റിയാക്ഷൻ ഇവിടെ ഉണ്ടോ നോക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്. രണ്ടാമത്തെ റിയാക്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കാർബൺ ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, ആ രണ്ടാമത്തെ റിയാക്ഷൻ്റെ നേരെ കൊടുത്തിരിക്കുന്ന എൻതാൽപ്പി എത്രയാണോ -393 അതെടുത്ത് എഴുതുക. പ്ലസ് ഇനി അടുത്ത ആളെ നോക്കണേ. ഇതിപ്പോൾ കാർബണിൻ്റെ ഇടപാട് കഴിഞ്ഞു. 2 ഹൈഡ്രജൻ ലെഫ്റ്റിലുണ്ടോ നോക്കണം. 2 ഹൈഡ്രജൻ ലെഫ്റ്റിലുണ്ടോ നോക്കിക്കേടാ. 2H2 എന്നാണ്. 2 ഹൈഡ്രജൻ എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 2H2 ലെഫ്റ്റിലുള്ള ആരെങ്കിലും ഉണ്ടോ നോക്ക്. 1 നോക്കിയപ്പോൾ അവിടെ ഇല്ല, 2 നോക്കിയപ്പോൾ അവിടെ ഇല്ല, 3 നോക്കിയപ്പോൾ H2 ഉണ്ട് പക്ഷേ 2 എണ്ണം ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ മൂന്നാമത്തെ ഇക്വേഷന് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോഴല്ലേ എനിക്ക് ആവശ്യമുള്ള 2H2 കിട്ടുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ്റെ ഫൈനൽ എൻതാൽപ്പി ഇവിടെ കൊടുത്തിട്ടുണ്ട്, -286 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പറ? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. പഠിച്ചില്ലേ? അപ്പോഴാണ് എനിക്ക് ആവശ്യമുള്ള 2H2 കിട്ടിയത്. അപ്പോൾ പരിപാടി കഴിഞ്ഞു. കാർബൺ കഴിഞ്ഞു, 2H2 കഴിഞ്ഞു. ഓക്സിജനെ പിന്നെ നിങ്ങൾ നോക്കണ്ട. എന്താ അതിൻ്റെ കാരണം? ഇവിടെ എല്ലായിടത്തും ഓക്സിജൻ ഉണ്ടല്ലോ. അപ്പോൾ ഏത് വെച്ചാൽ നമ്മൾ ഓക്സിജൻ എഴുതുക? ഒന്ന് വെച്ച് എഴുതണ്ട. ബാക്കിയുള്ളതെല്ലാം ബാലൻസ് ചെയ്താൽ ഓക്സിജൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിക്കോളും. ലാസ്റ്റ് വൺ, റൈറ്റ് സൈഡിൽ CH3OH ഉണ്ട് എന്നതാണ്. എടാ ഇക്വേഷൻ നമ്പർ 1, 2, 3 എവിടെയാണ് റൈറ്റ് സൈഡിൽ CH3OH ഉള്ളത്? നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ എവിടെയും CH3OH ഇല്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ CH3OH ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അതിൽ നിന്ന് റൈറ്റ് സൈഡിലാണ് CH3OH വരേണ്ടത് എങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 1നെ ഞാനൊന്ന് റിവേഴ്സ് ചെയ്ത് അഥവാ ഇൻവേഴ്സ് ചെയ്ത് എഴുതേണ്ടി വരും. റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ ഈ -726 എന്നുള്ളത് എന്തായി മാറും? +726 എന്നായി മാറും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. കാൽക്കുലേറ്റർ എടുക്കുക, ഞെക്കുക, ഈക്വൽ ടു അടിച്ചു നോക്കുക, കാണുന്ന
കാണുന്നതെന്തോ അതിവിടെ ചാമ്പുക. പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ മുതൽ ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടാൽ മതി. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ വെൻ ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ്. നേരത്തെ പറഞ്ഞ അതേപോലെയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കിയേ. ഡയമണ്ട് ഈസ് ഫോംഡ്, ഡയമണ്ടാണ് ഉണ്ടാകുന്നത്. എവിടെ നിന്ന്? ഗ്രാഫൈറ്റിൽ നിന്ന്. ഗ്രാഫൈറ്റിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാവണം. എടാ, കെമിക്കലി ഡയമണ്ട് എന്ന് പറഞ്ഞാലും കാർബൺ ആണ്, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാലും കാർബൺ ആണ്. അപ്പോൾ ഇതാണ് എനിക്ക് ആവശ്യമുള്ള റിയാക്ഷൻ. ഇയാളുടെ എൻതാൽപ്പിയാണ് എനിക്ക് കാണേണ്ടത്. അതിനിവിടെ 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്, 1, 2. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫൈറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. ലെഫ്റ്റ് സൈഡിൽ ഗ്രാഫൈറ്റ് ഉള്ള ഒരുത്തൻ ഇവിടെയുണ്ട്. അപ്പോൾ അയാളുടെ എൻതാൽപ്പി എത്ര? -393.5 എന്ന് ഞാനിവിടെ എടുത്തെഴുതി. പ്ലസ് റൈറ്റ് സൈഡിൽ ഡയമണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കണം. റൈറ്റ് സൈഡിൽ ഡയമണ്ട് ഉണ്ടോ നോക്കിയപ്പോൾ റൈറ്റ് സൈഡിൽ ഡയമണ്ട് ഇല്ല, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഡയമണ്ട് ഉള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ആ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് റൈറ്റ് സൈഡിൽ ഡയമണ്ട് എനിക്ക് കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ഇൻവേഴ്സ് ചെയ്യണ്ടേ? ഇക്വേഷൻ നമ്പർ 1നെ ഞാൻ ഇൻവേഴ്സ് ചെയ്യണം. ചെയ്താൽ -393 എന്നത് എന്തായി മാറും? +395 അല്ലേ? -395 എന്നത് +395 എന്നായി മാറും. കാൽക്കുലേറ്റ് ചെയ്താൽ ഫൈനൽ ആൻസർ 1.5 കിലോ ജൂൾ എന്ന ആൻസർ വരും. കാര്യം ഇവിടെ 2 പേരെയും തന്നിരിക്കുന്നത് കിലോ ജൂളിലാണ്, ഓർത്തു വെക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ റിയാക്ഷൻ പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ വാട്ട് ഈസ് ഹെസസ് ലോ? എടാ, ഹെസസ് ലോ എന്താണെന്ന് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. എന്താണ് ഹെസസ് ലോ? ദാ ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ദി ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ ഫിസിക്കൽ ഓർ കെമിക്കൽ പ്രോസസ്. ഫിസിക്കൽ പ്രോസസ് ആവട്ടെ കെമിക്കൽ പ്രോസസ് ആവട്ടെ, ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഈസ് സെയിം. ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എന്താണ്? സെയിം ആണ്. വെദർ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ ഇൻ സെവറൽ സ്റ്റെപ്പ്. ഒരു റിയാക്ഷൻ നടക്കുന്നത് ഒരൊറ്റ സ്റ്റെപ്പിലാണെങ്കിലും ശരി, ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണെങ്കിലും ശരി, ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് ഒരു സ്റ്റെപ്പിലൂടെ ആണെങ്കിൽ ഒരു എൻതാൽപ്പി, ഒരുപാട് സ്റ്റെപ്പിലൂടെ ആണെങ്കിൽ വേറെ എൻതാൽപ്പി, അങ്ങനെ ഉണ്ടാവില്ല. എത്ര സ്റ്റെപ്പിൽ കൂടെ നടന്നാലും ഫൈനലി ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്താൽ കിട്ടുന്ന സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണടാ ബോൺ ഹേബർ സൈക്കിൾ. അപ്പം ഞാൻ കാണിച്ചുതരാം. എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ആളായി മാറുന്നു. നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകും, ഇതിപ്പോൾ ഒരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷനാണ്. എന്നാൽ എ എന്ന് പറയുന്ന ആൾ ഫസ്റ്റ് ഒരു സി എന്ന് പറയുന്ന ആളായി മാറുന്നു, സി പിന്നീട് ഡി ആയി മാറുന്നു, ഡി പിന്നീട് ബി ആയി മാറുന്നു. ഞാൻ ഇങ്ങനെ മറ്റൊരു ട്രാക്ക് ഇതിലൂടെ ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, എ സി ആയി, സി ഡി ആയി, ഡി ബി ആയി. എഫക്റ്റീവ്ലി എ എന്തുതന്നെയായി മാറി, അവിടെയും ബി ആയിട്ട് തന്നെയല്ലേ മാറിയത്. അപ്പോൾ ഇവിടെ കൺവേർഷൻ ഓഫ് എ ഇൻറ്റു ബി ആണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അത് വേണമെങ്കിൽ ഒരൊറ്റ സ്റ്റെപ്പിൽ നടക്കാം, അല്ലെങ്കിൽ സെവറൽ സ്റ്റെപ്പിൽ നടക്കാം. സപ്പോസ് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്നതിനെ ഞാൻ എക്സ് എന്ന് പേര് വിളിക്കുകയാണ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെ ഞാൻ എക്സ് എന്ന് പേര് വിളിക്കുകയാണ്. ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ചിനെ ഞാൻ എ എന്നും, ഇവിടെയുള്ളതിനെ ബി എന്നും, ഇവിടെ ഉള്ളതിനെ സി എന്നും ഞാൻ പേര് വിളിക്കുകയാണ്. സപ്പോസ് ഇവിടെ ഹെസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് സെയിം വെദർ ദി റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ നടക്കുകയാണെങ്കിലും ഒരുപാട് സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് സെയിം ആണ്. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ? ഒറ്റ സ്റ്റെപ്പിൽ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് എക്സ് അല്ലേടാ. ഒരുപാട് സ്റ്റെപ്പിൽ നടക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചോ എ പ്ലസ് ബി പ്ലസ് സി അല്ലേടാ. എ പ്ലസ് ബി പ്ലസ് സി എന്നല്ലേ ഈ സെവറൽ സ്റ്റെപ്പുകളിലൂടെ നടക്കുമ്പോഴുള്ള ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്. എങ്ങനെ വന്നാലും അത് സെയിം ആയിരിക്കും. ദെൻ എക്സ് വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന ഹെസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു ഡയഗ്രമായിട്ട് വരച്ച് കാണിച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോൺ ഹേബർ സൈക്കിൾ. NaClന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടൊരു പിക്ചർ NCERT കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ച് വാട്ട് ഈസ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണെടാ സ്പോണ്ടേനിയസ് പ്രോസസ്? ഞാൻ വാക്കുകളിലൂടെ പറയുന്നു, ആവശ്യമുള്ളവർ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഇറ്റ് ഈസ് പ്രോസസ് വേർ ആൻ എക്സ്റ്റേണൽ ഫാക്ടർ ഈസ് നോട്ട് റിക്വയർഡ്. എക്സ്റ്റേണലി ഒരു ഫാക്ടറിൻ്റെ ആവശ്യമില്ലാതെ വെറുതെ ചുമ്മാ നടക്കുന്ന റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു കുപ്പിയിൽ വെള്ളം എടുത്തു, അതിലേക്ക് ഞാനൊരു സോഡിയത്തിൻ്റെ പീസ് പൊട്ടിച്ചിട്ടു. സോഡിയം വെള്ളവുമായിട്ട് കൂടിച്ചേർന്നാൽ കത്തും എന്ന് ആർക്കാണ് അറിയാത്തത്? സോഡിയം വെള്ളത്തിൽ വീണാൽ കത്തിപ്പോകൂലേ? അപ്പോൾ ആ സോഡിയം വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ അതിന് ചുറ്റും നിന്ന് മന്ത്രം ചൊല്ലേണ്ട കാര്യമുണ്ടോ? ഇനി എക്സ്റ്റേണലി നമ്മൾ എന്തെങ്കിലും കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതൊന്ന് കത്തിക്കാണാൻ ഒന്നും ചെയ്യണ്ട. സോഡിയം വെള്ളവുമായിട്ട് കോൺടാക്റ്റിൽ വന്നാൽ തന്നെ റിയാക്ഷനാണ്. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്.
അവിടെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് സ്പോണ്ടേനിയസ് പ്രോസസ്സ് എന്താണെന്ന് ഒന്നുകൂടെ ചിന്തിക്ക്. പ്രോസസ് ഇൻ വിച്ച് എൻ എക്സ്റ്റേണൽ ഫാക്ടർ ഇസ് നോട്ട് റിക്വയർഡ്. ഡീലാണല്ലോ. വാട്ട് ഈസ് മീൻ ബൈ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം? എടാ എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം, എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? എടാ 3 വാക്കുകൾ ഓർമ്മ വേണേ. ഒന്ന് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. ആരടാ? ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്. ഒന്ന് ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്, മറ്റൊന്ന് ഡിഗ്രി ഓഫ് റാൻഡംനെസ്. ഡിഗ്രി ഓഫ് റാൻഡംനെസ്, ഡിഗ്രി ഓഫ് റാൻഡംനെസ്. 3 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം. ഈ 3 വാക്കുകൾ ഓർത്ത് വെച്ചോ. 3നെയും നമുക്ക് എൻട്രോപ്പി എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എൻട്രോപ്പിയെ ക്യാപിറ്റൽ ലെറ്റർ എസുമായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ എന്താണ് എൻട്രോപ്പി? ഡിഗ്രി ഓഫ് റാൻഡംനെസ്, ഡിഗ്രി ഓഫ് ഡിസോർഡർനെസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം. ഫ്രീഡത്തിന്റെ ടേമിൽ ചിലപ്പോൾ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ലെങ്കിലും മനസ്സിലാക്കാൻ ഒന്നുകൂടെ എളുപ്പം അതാണ്. നോക്കിക്കേടാ, സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസുമുണ്ട്. സോളിഡിനാണോ ലിക്വിഡിനാണോ ഗ്യാസിനാണോ ഫ്രീഡം കൂടുതൽ? ആലോചിച്ചാൽ തന്നെ അറിയാലോ, ഗ്യാസിനാണല്ലോ ഫ്രീഡം കൂടുതൽ. അതുകൊണ്ട് എൻട്രോപ്പി ഫ്രീഡം കൂടുതലുള്ള ഗ്യാസിനാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ് സോളിഡിനാണ്. ഓർത്ത് വെച്ചേക്കുക. ഇനി ഇവിടെ 2 കൺവേർഷൻ തരുന്നുണ്ട്. എ ഗ്യാസ് കണ്ടൻസൻസ് ഇൻ ടു ലിക്വിഡ്. ഒരു ഗ്യാസ് ലിക്വിഡായി മാറുന്നു. ഒരു ഗ്യാസ് ലിക്വിഡായി മാറുമ്പോൾ നന്നായി ഫ്രീഡമുള്ള ആള് ഫ്രീഡം ഇല്ലാത്ത ആളായി മാറുകയല്ലേടാ ചെയ്യണേ. ലിക്വിഡായിട്ട് മാറുമ്പോൾ അയാളുടെ ഫ്രീഡം കുറയുന്നു. ഫ്രീഡം കുറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻട്രോപ്പി ഡിക്രീസസ് എന്നാണ്. എൻട്രോപ്പി എന്ത് ചെയ്യുന്നു പറ? ഡിക്രീസസ്. നെക്സ്റ്റ്, കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണ്. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുകയാണ്. എടാ കാൽഷ്യം കാർബണേറ്റ് സോളിഡ് ആണല്ലോ. റിയാക്ഷൻ കഴിയുമ്പോൾ അത് ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിയാക്ഷന് മുമ്പ് ഒരു ഗ്യാസും ഇല്ല, റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാസ് അവിടെ ഉണ്ടായി. ഗ്യാസ് ഉണ്ടായാൽ ഫ്രീഡം കൂടും. അതുകൊണ്ട് എൻട്രോപ്പി ഇൻക്രീസസ് എന്ന് മറക്കാതിരിക്കുക. ഡീലാണല്ലോ കുഞ്ഞെ. അടുത്ത നോക്കിക്കേടാ, സ്റ്റേറ്റ് ദി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും പെട്ടെന്ന് ഞാനൊന്ന് പറയുകയാണെ. ഏത് റിയാക്ഷൻ നടക്കുമ്പോഴും, ഏത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുമ്പോഴും ഈ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഇൻക്രീസ് ചെയ്യുന്നു. പഠിച്ചു വെക്ക്. ഈ എവരി സ്പോണ്ടേനിയസ് റിയാക്ഷൻ, ഡ്യൂറിങ് എവരി സ്പോണ്ടേനിയസ് റിയാക്ഷൻ എൻട്രോപ്പി ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ് ഇൻക്രീസസ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ദി എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഓൾവേസ് ഇൻക്രീസസ് ഡ്യൂറിങ് എവരി സ്പോണ്ടേനിയസ് പ്രോസസ്. ഏത് സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോഴും ഈ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എന്ത് ചെയ്യുന്നു പറ? കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അബ്സല്യൂട്ട് സീറോ. കേട്ടിട്ടുണ്ടാകും അബ്സല്യൂട്ട് സീറോ. എന്താ അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ? 0 കെൽവിൻ എന്നാണ്. അങ്ങനെ ഒരു 0 കെൽവിൻ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പിയും 0 ആയി മാറും എന്നതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി എൻട്രോപ്പി ഓഫ് എനി പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ബിക്കം 0 അറ്റ് അബ്സല്യൂട്ട് 0 ഓഫ് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് 0 ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ എല്ലാ പെർഫെക്റ്റ്ലി ക്രിസ്റ്റലൈൻ സോളിഡുകളുടെയും എല്ലാ സബ്സ്റ്റൻസിന്റെയും എൻട്രോപ്പിയും 0 ആയി മാറും. ദെൻ വാട്ട് ഈസ് ഗിബ്സ് എനർജി? ഡിഫൈൻ ഗിബ്സ് എനർജി. എന്താ ഗിബ്സ് എനർജി? നമുക്കറിയാം. എടാ ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയിൽ നിന്ന് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ടു എ യൂസ്ഫുൾ വർക്ക്. ഒരു യൂസ്ഫുൾ വർക്കായിട്ട് മാറ്റാൻ, ഒരു യൂസ്ഫുൾ വർക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ അതിന് സന്നദ്ധമാകുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് ഗിബ്സ് എനർജി. ഗിബ്സ് എനർജി എന്താന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ യൂസ്ഫുൾ വർക്ക്. എഴുതി വെച്ചോളണേ. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ യൂസ്ഫുൾ വർക്ക്. ഹൗ ദി ഗിബ്സ് എനർജി ചേഞ്ച് ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ആർ റിലേറ്റഡ്? വളരെ പ്രസിദ്ധമായ ഇക്വേഷൻ ആണ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. മറക്കാതെ പഠിച്ചോളണം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. കാണാതെ പഠിച്ചോളണം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു പറ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഗിബ്സ് എനർജി, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, ഡെൽറ്റ എസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി. അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എടാ ഫൈനൽ നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. വൈ ദി റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ് എന്നാണ് ഈ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് എന്തുകൊണ്ട് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി. എടാ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നത് അയാളുടെ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ്. ഹലോ,
ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകുന്നത് അയാളുടെ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയി എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് -1648. അപ്പോൾ ഞാൻ എഴുതുന്നത് നോക്കിക്കോ, -1648000. എന്താ സാറേ 03 സാറിൻ്റെ വക ചേർത്ത് കൊടുത്തത്, എൻ്റെ വകയല്ലടാ, ഇത് കിലോ ജൂളാണ്. കിലോ ജൂൾ ആകുമ്പോൾ നമ്മൾ അതിനെ ജൂളിലേക്ക് മാറ്റി. മൈനസ് ഇവിടെ ഒരു മൈനസ് ഇട്ടിട്ടുണ്ട്. ടി ഡെൽറ്റ എസിന് ഞാനിവിടെ ബ്രാക്കറ്റിൽ എഴുതാം. ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ലേ, 298 കെൽവിൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 298 കെൽവിൻ ആണ്. ഡെൽറ്റ എസ് -549.4 ആണെന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പൊന്നുമോനെ കാൽക്കുലേറ്റർ എടുത്തൊന്ന് ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് -1648000 നിന്ന് ആ വാല്യൂ ഒന്ന് മൈനസ് ചെയ്ത് നോക്ക്. മൈനസ് എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി മൈനസ് ആണ്. അപ്പോൾ ഇത് പ്ലസ് ആയി. പ്ലസ് ആകുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമിടുക എന്നുള്ളതാണല്ലോ നാട്ടു നടപ്പ്. എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കിട്ടുന്ന നെഗറ്റീവ് വാല്യൂ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. പഠിച്ചല്ലോ. അടുത്ത നോക്കിയേ, ഫോർത്ത് റിയാക്ഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2a + b gives 3d. ഡെൽറ്റ യു തന്നിട്ടുണ്ട്, ഡെൽറ്റ എസും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഡെൽറ്റ ജി. മോനെ ഡെൽറ്റ ജി കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യാൻ ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട്. എവിടെ 298 കെൽവിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡെൽറ്റ എച്ച് തന്നിട്ടില്ല. പകരം മറ്റൊരു കിടുതാപ്പ് ഡെൽറ്റ യു ആണ് തന്നത്. എടാ ഡെൽറ്റ എച്ചും ഡെൽറ്റ യും തമ്മിലുള്ള ബന്ധം ഇങ്ങനെയാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഡെൽറ്റ എൻ ആർ ടി, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ഡെൽറ്റ എൻ ആർ ടി. അപ്പൊ അവിടെ നമുക്ക് അറിയാത്ത ഒരാളുണ്ട്, ഡെൽറ്റ എൻ. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. നമ്പർ ഓഫ് ഗ്യാസ് അറ്റ് പ്രൊഡക്റ്റ് സൈഡ് മൈനസ് നമ്പർ ഓഫ് ഗ്യാസ് അറ്റ് റിയാക്റ്റന്റ് സൈഡ്. സിമ്പിൾ ആണ്. നോക്കിയടാ, പ്രൊഡക്റ്റിന്റെ സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം. എടാ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 3D അല്ലേ, അയാൾ ഗ്യാസ് ആണല്ലോ, അതിന്റെ എണ്ണം എത്രയാണ്? എണ്ണം 3 മൈനസ് റിയാക്റ്റന്റ് സൈഡിലുള്ള ഗ്യാസിന്റെ എണ്ണം. റിയാക്റ്റന്റ് സൈഡിൽ 2 ഗ്യാസുകളുണ്ട്, എയും ബിയും ഉണ്ട്. അതിന്റെ ടോട്ടൽ എണ്ണം എത്ര? 2 എയും 1 ബിയും. അപ്പോൾ ടോട്ടൽ എണ്ണം അവിടെയും 3. ആൻഡ് ദി ഫൈനൽ ആൻസർ ഇസ് 0. 3 - 3 = 0. അപ്പോൾ ഡെൽറ്റ എൻ 0 ആയി. അപ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ മാറി നോക്കിയേ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് 0 ആർ ടി എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് മാത്രമായില്ലേ. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഡെൽറ്റ യുവിൻ്റെ വാല്യൂ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. -10.5 × 10⁻³ എന്താ സാറേ ഇവിടെ ഒരു 10⁻³ കുഞ്ഞെ നേരത്തെ ഞാൻ പറഞ്ഞു ഇത് കിലോ ജൂളിലാണ്. ജൂളിലേക്ക് മാറ്റാൻ ഒരു 10⁻³ കൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്തതാണ്. -t ഡെൽറ്റ എസ് 298 × -44.1 ഡെൽറ്റ എസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈനൽ ആൻസർ എന്ത് എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ചർച്ച, അത് നിങ്ങൾ കണ്ടെത്തണേ. ഞാൻ 0 അല്ലട്ടോ ഇട്ട് വെച്ചേക്കണേ, ആ വാല്യൂ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. കഴിഞ്ഞല്ലോ. അപ്പോൾ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിലൊന്നുപോലും നമ്മൾ അറിയാൻ പാടില്ലാത്തതില്ല, അറിയാത്തതായിട്ട് ഒഴിവാക്കാൻ പാടുള്ളതില്ല. ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കാര്യകാരണങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കാതെ മോനെ അത് പഠിക്കാനുള്ള മനസ്സ് കാണിക്ക്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങളിൽ നിർബന്ധമായും നമ്മൾ ആവശ്യക്കാരാണല്ലോ, നമ്മൾ പഠിച്ചേ പറ്റൂ. 2 തവണ കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.